നിത്യചൈതന്യ യതിയുടെ 2 ശിഷ്യന്മാരാണ് മൈത്രേയനും ഷൗക്കത്തും. പക്ഷെ രണ്ടുപേരും 2 വഴികളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്തത് മൈത്രേയനെയാണ്. അപ്പോൾ മൈത്രേയനെ പറ്റി പറയുമ്പോൾ സമൂഹം 2ആയി തിരിയുന്ന ഒരു ഇത് കാണുന്നുണ്ട് നമ്മൾ നാളുകളായിട്ട്. ഒരുപാട് സപ്പോർട്ടേഴ്സ് മൈത്രേയൻ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വളരെ ദുഷിപ്പോടുകൂടി മൈത്രേയനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ മൈത്രേയന്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ കൂടുതൽ ഉണ്ടാവും ഷൗക്കത്തിന് പറയാനായിട്ട് അദ്ദേഹത്തെ പറ്റി. നമ്മൾ ഈ സാധാരണ വളരെ നന്നായി സംസാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ തോന്നും. പിന്നെ നേരെ തിരിച്ചാണ് മൈത്രേയൻ. സംസാരത്തിൽ ഒരു രസം ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്താൽ മതി, മൈത്രേയൻ പിന്നെ പൊട്ടിത്തെറിച്ച് ആ മുമ്പിലിരിക്കുന്നവരെ മുഴുവൻ അടിച്ച് ലെവലാക്കും. പക്ഷേ ഇത്ര സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരാളില്ല കൂടെ ജീവിക്കാൻ. ഞാൻ കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരമടയിൽ മൈത്രേയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മനുഷ്യനറിയാൻ എന്നുള്ളൊരു പുസ്തകം, ഒരുപക്ഷെ മൈത്രേയൻ ആ പുസ്തകം എഴുതാൻ തന്നെ കാരണം വിന്നിയും ഞാനൊക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാണ് ആ പുസ്തകം എഴുതുന്നത്. രണ്ടാമത് ഒരു സാമൂഹികമായിട്ടുള്ള ഈ പ്രതികരണങ്ങളുടെ എഴുത്തിൻ്റെ ഒക്കെ ലോകത്തിലേക്കൊക്കെ വന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ആൾക്കാർ ഞങ്ങളാണ്. ഞാൻ ആ സമയത്ത് 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും. പ്രത്യേകിച്ച് ഒരു എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ കുറച്ചെങ്കിലും എനിക്കുണ്ടായത് ഞാൻ മൈത്രേയൻ്റെ കൂടെ നടത്തിയിട്ടുള്ള യാത്രകളിലൂടെ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യും, സുഹൃത്തുക്കളുടെ വീട്ടിൽ താമസിക്കും. പിന്നെ കാരമടയിൽ വന്നിരുന്നിട്ടാണ് വിന്നി എന്ന് പറയുന്ന സുഹൃത്താണ് എഴുതിയെടുത്തിരുന്നത് ആ മനുഷ്യനറിയാൻ എന്നുള്ള പുസ്തകം. അതിൻ്റെ കുറേ ഭാഗങ്ങൾ കാരമടയിൽ മൈത്രേയൻ താമസിച്ച് വിന്നി താമസിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് അത് എഴുതിയിട്ടൊക്കെ ഉള്ളത്. എനിക്ക് മൈത്രേയൻ്റെ ശൈലികളോടൊന്നും എനിക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ശൈലിയാണ് സംസാരിക്കുന്ന രീതി. എനിക്കിങ്ങനെ ഒരു ഭയങ്കര ശബ്ദമുയർത്തി സംസാരിക്കണമെന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരുമിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ ആദ്യത്തെ 10 ആളിൽ ഒരാൾ മൈത്രേയനായിരിക്കും. കാരണം ഒരിക്കലും നമ്മൾക്കൊരു വെയിറ്റ് തരാതെ, പ്രായത്തിൻ്റെയോ അറിവിൻ്റെയോ അധികാരത്തിൻ്റെയോ ആശയത്തിൻ്റെയോ ഒന്നും ഒരു ബലം തരാതെ നമുക്ക് ആളുടെ കൂടെ ജീവിക്കാൻ പറ്റും. കൂടെ മിണ്ടാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, മൈത്രേയൻ മിണ്ടാതിരുന്നാൽ മതി, ഇത്ര നല്ല മനുഷ്യൻ ലോകത്തിലില്ല. നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നത് തിരിച്ചാണ്. ഞാൻ ഈ മൈത്രേയനെ കുറിച്ച് വളരെയധികം കുറ്റം പറയുമ്പോൾ, ആളുകൾ പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യം, നിങ്ങൾ മൈത്രേയൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സെൻറ്റൻസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനുഷ്യനിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന, മനുഷ്യരിൽ ശത്രുത ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരാശയമോ മൈത്രേയനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. മനുഷ്യനുണ്ടാക്കിയ വ്യവസ്ഥകളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയ വ്യവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ജീവിച്ച വ്യവസ്ഥയാണ് അവനക്ക് ശരിയെന്ന് തോന്നുക. ഈ തലച്ചോറിൻ്റെ ശരി എന്ന് പറയുന്ന വാക്ക് ശീലിച്ച് ഉറച്ചത് എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാലം ശീലിച്ചതാണ് നമുക്ക് ശരിയെന്ന് തോന്നുക. ഏറ്റവും കൂടുതൽ കാലം നമ്മൾ ശീലിച്ചതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്ന ആളാണ് മൈത്രേയൻ. അത്ര അങ്ങോട്ട് ചോദ്യം ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ അത് തികച്ചും എൻ്റെ വ്യക്തിപരമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ കാണുന്നത് മനുഷ്യർ ശീലിച്ച് ഉറച്ചതിനെ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിനോടൊക്കെ ഒരു സൗമ്യമായ നാരായണ ഗുരുവിൻ്റെ ഒക്കെ ഒരു സമീപനമാണ് എനിക്ക് കൂടുതൽ സ്വീകാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഗുരുനിത്യയുടെയും നാരായണ ഗുരുവിൻ്റെ ഒക്കെ ഒരു സമീപനം എന്ന് പറയുന്നത് കൂടുതൽ മൂർച്ച കൂട്ടണ്ട, ഒറ്റയടിക്ക് മനുഷ്യരെ ഒന്നും മാറ്റാൻ കഴിയില്ല, ആരും മാറില്ല, നമ്മളും മാറില്ല. അതുകൊണ്ട് സൗമ്യമായ ഒരു ഇടപെടൽ മതി. അവരുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാതിരിക്കണം. അവർ പോണ വഴി കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പൊക്കോട്ടെ, ഈ ഒരു രീതിയാണ്. അതുകൊണ്ടൊരു വെട്ടൊന്ന് മുറി 2 എന്ന് പറയുന്ന ഒരു രീതിയില്ല. പക്ഷെ മൈത്രേയൻ്റെ പല ശൈലി, അത് തികച്ചും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ശൈലിയാണ്. അതിനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. നമുക്ക് സ്വീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി ഒരിക്കലും എനിക്ക് സ്വീകാര്യമല്ലെങ്കിലും പല സൗമ്യമായി സംസാരിക്കുന്ന വർഗീയവാദികളെക്കാൾ
അദ്ദേഹത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള ആ ശൈലിയോടാണ് എനിക്ക് ഓക്കെ തോന്നിയിട്ടുള്ളത്. കാരണം പലരെയും നമ്മൾ കാണുന്നുണ്ട് വളരെ സൗമ്യമായി മൃദുവായി സംസാരിക്കുകയും അതോടൊപ്പം വർഗീയതയും വിഭാഗീയതയും നിരന്തരം പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പോലും ഒരാശയം പോലും മനുഷ്യവംശത്തിൻ്റെ ഏകതയ്ക്കെതിരായിട്ടല്ല ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്താ പറയുക, അദ്ദേഹം ഏറ്റുവാങ്ങുന്ന അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. കമൻറ്റുകളൊന്നും അങ്ങനെ നോക്കുന്നില്ല. അപ്പോൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട് ആളുകൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് മൈത്രേൻ്റെ, ഞാൻ അന്ന് മൈത്രേൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മൈത്രേൻ്റെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നത് ശരിയാണോ? എന്ന് വെച്ചാൽ എന്താണ് മൈത്രേൻ്റെ കുഴപ്പം? എനിക്ക് മൈത്രേൻ, കാരണം എനിക്ക് ഇത്ര കുഴപ്പമില്ലാത്തൊരാളെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും കുഴപ്പമില്ലാത്തൊരു മനുഷ്യനെ ഇത്രയും വലിയ കുഴപ്പക്കാരനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർത്തമാനമായിരിക്കും ഒരുപക്ഷെ. പക്ഷേ ഈസ് വെരി ജെൻറ്റിൽ, ഭയങ്കര നന്മയുള്ള സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അത്രയും സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ്. എനിക്ക് ഗുരുനിത്യ കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിത വീക്ഷണം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് മൈത്രേൻ മാത്രമല്ല, അതുപോലെ കുറേ ആളുകളുണ്ട്. പക്ഷേ മൈത്രേൻ്റെ ഈ കമൻറ്റുകളൊക്കെ, മൈത്രേൻ്റെ ഈ വർത്തമാനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നാൾ പറഞ്ഞു, ഈ മൈത്രേനെ തെറി വിളിക്കുന്ന ആളുകളൊക്കെ മൈത്രേൻ്റെ കൂടെ 2 മണിക്കൂർ ചിലവഴിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. അപ്പോൾ അതാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിങ്ങൾ ആരാണെന്ന് പറയേണ്ടത് നിങ്ങളല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ആരുടെ കൂടെയാണോ ചിലവഴിക്കുന്നത് അവരാണ്. അപ്പോൾ അത് നമ്മുടെ ആശയങ്ങളല്ല, നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ചിന്തകളും അല്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആൾ പറയണം നിങ്ങൾ ആരാണ്. അങ്ങനെയാണെങ്കിൽ മൈത്രേയൻ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ 2 വർഷം ചെലവഴിച്ചിട്ടില്ല. അദ്ദേഹം നമ്മളെ മുറിപ്പെടുത്താതിരുത്താൻ, നമ്മൾ ജീവിക്കുന്ന ഒരിടം പരമാവധി ഹാർമോണിയസ് ആക്കി വെക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മളറിയാതെ ചെയ്യുന്ന ഒരാളാണ്. അതാണ് ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. കാരമടയിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ കാര്യങ്ങൾ ആരും ചെയ്യാതെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുക, അടിച്ചു കോരിയിട്ട് മൂലയിലുള്ള ചെളിയൊക്കെ കൃത്യമായിട്ട് പോയിട്ട് അടിച്ച് ക്ലീൻ ചെയ്യുക. ആ ഇടം, താനിരിക്കുന്ന ഇടം പരമാവധി വൃത്തിയിലും വെടുപ്പിലാക്കി വെക്കാൻ പരമാവധി ശ്രദ്ധ പുലർത്തുക. ഈ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ വർത്താനം പറയുന്നിടത്ത് ജനാധിപത്യം കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ അല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.